നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്. സംസം വെള്ളം ലഗേജിലിടാതെ സെപ്പറേറ്റായിട്ട് കയ്യിൽ കൊണ്ടുപോകണമെന്നുള്ളതാണ് എയർലൈൻ നിയമം. വെയിറ്റ് ഒന്നും തൂക്കുകയില്ല. അഥവാ ലീക്കായാൽ പ്രശ്നമാവാതിരിക്കാൻ ഫ്ലൈറ്റിനകത്ത് പ്രത്യേക സ്ഥലത്താണ് ഇവ കീപ്പ് ചെയ്യാറ്. അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ ഷോർട്ടാവാൻ വരെ കാരണമായേക്കും. പാസഞ്ചറുടെ സുരക്ഷയാണ് അവർക്ക് വലുത്. അളവിൽ കവിഞ്ഞ സംസം വെള്ളമുണ്ടെങ്കിൽ അത് എടുത്തു പുറത്തേക്ക് കളയുന്നത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഹജ്ജ് ഉംറ നിർവഹിക്കാൻ പോകുന്നവർക്ക് തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ സംസം വെള്ളം കൊണ്ടുവരുന്നതിൽ ചില ലിമിറ്റുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലഗേജിൽ വെള്ളം കൊണ്ടുപോകാനുള്ള അനുമതിയില്ല. അത് പ്രത്യേകം പാക്ക് ചെയ്യണം. അതോടൊപ്പം ഹാജിമാരുടെ സംസം വെള്ളം അതാത് ഏജൻസികൾ മുഖേന എയർപോർട്ടിൽ എത്തിക്കുമെന്നാണ് എൻ്റെ അറിവ്. ഇത്രയും പരിപാവനമായ സംസം വെള്ളം ഏറ്റവും നല്ല കർമ്മം ചെയ്തു വരുമ്പോൾ എന്തിനാണ് ഒളിച്ചു കടത്തുന്നത്? ഏത് രാജ്യത്തും അതാത് എയർപോർട്ടുകളിൽ കസ്റ്റംസിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അത് പാലിക്കാനുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവൻ ഈ നിയമത്തിന്റെ ബലത്തിലാണുള്ളത്. സൗദിയിൽ നിന്നും വിമാനത്തിൽ നിയമപ്രകാരം ഒരാൾക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നത് വെറും 5 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ സംസം വെള്ളം മാത്രമാണ്. ഈ ബോട്ടിൽ പ്രത്യേകം ബോക്സിലാണ് വരുന്നത്. ഓരോരുത്തരുടെയും പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽ സ്റ്റിക്കറുകൾ സംസം ബോക്സിൽ ഒട്ടിക്കും. ഈ സംസം ബോട്ടിൽ ലഗേജിന്റെ അകത്തിടാൻ പാടില്ല. അത് സെപ്പറേറ്റ് അയക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ നിയമത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള ജീവനക്കാർക്ക് അവരുടെ ജോലികൾ ചെയ്തേ പറ്റൂ. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ ഈ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു